കഴുത്തിൽ വെച്ച് കെട്ടാനുള്ള കുൽസിത ശ്രമം അത് വിലപ്പോവുകയുമില്ല. ഇത് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പൂർവികരായി നമുക്ക് അറിയാം, നമ്മുടെ ഒക്കെ പഴയ കാലത്ത് മുതൽ തന്നെ നിലവിലുള്ളതും പൂർവകാല മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗലിദുകൾ നമുക്കറിയാം. മങ്കൂസ് മൗലിദ്, ഷറഫുൽ അനാം മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ്, സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, മുഹയ്യദ്ദീൻ മൗലിദ്, ദിഫായി മൗലിദ്, നഫീസത്ത് ബീവി മൗലിദ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മൗലിദുകൾ പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന മൗലിദുകളുണ്ട്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ മാല, ദിഫായി മാല, ബദർ മാല, നഫീസത്ത് മാല, ഇത്തരം മാലകൾ ഇതൊക്കെ സുന്നികൾ പാരായണം ചെയ്യുന്നതും ഉരുവിടുന്നതുമാണ്. അതേ അവസരത്തിൽ അതൊന്നും അല്ലാത്ത ഓരോരോ ഖുദ്ദൂസുൽ മാല, മറ്റേ തങ്ങളുടെ മാല, ഈ തങ്ങളുടെ മാല, ഏത് തങ്ങൾ ഏത് ഖുദ്ദൂസുൽ ആളം നമുക്ക് വല്ല പരിചയമുണ്ടോ? അങ്ങനെ ഓരോരുത്തരെ മാല അച്ചടിച്ച് വിട്ടിട്ട് അതിൽ അവർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ മാലയായിട്ട് അച്ചടിച്ചു. ഞാൻ പണ്ടൊരു പത്രത്തിൽ വായിച്ചു തരാം. നിങ്ങൾ ഈ അടുത്ത നാട്ടുകാരൻ എഴുതിയ ഒരു മാല ഉണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ മാല എന്ന് പറഞ്ഞിട്ട്, ബഷീർ മാല എന്ന് പറഞ്ഞു. ഈ നാട്ടുകാരൻ എമ്മൻ കാരശ്ശേരിയാണ് ആ മാല എഴുതിയിരുന്നത്. ഞാൻ പേടിച്ചു, പടച്ച തമ്പുരാനെ എന്നാണ് ഇപ്പൊ ഇനി നമ്മുടെ മൗലിദിന്റെ കിതാബില് ബഷീർ മാല കടന്നു വരിക എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വൈകാതെ അതും കടന്നു വരും, നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. നമ്മളുടെ അറിവോ അനുമതിയോ കൂടെ നമ്മൾ ചെയ്യുന്നതൊന്നും അല്ലത്. അത് മുജാഹിദുകൾ ഇങ്ങനെ അച്ചടിച്ചു വിടുക. അവർക്ക് മറ്റേ ഒരു പ്രിന്റിംഗ് കയറി ഈ മുജാഹിദ് 1111 വക അടിച്ച മറ്റേ മുജാഹിദ് ഒന്നുകൂടി മത്സരിക്കുകയാണ്. അത് 2222 വകയാക്കാൻ എന്താ മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമാണ് വകകളും ഏടുകളും എണ്ണം കൂടുന്നത് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതായാലും പൂർവികർ ചെയ്തു വരുന്ന ഈ മാലയും മൗലിദിനും ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളടക്കവും ഇതിന്റെ ആശയങ്ങളും 100% സത്യമാണ്. അത് നമുക്ക് ഉറപ്പിച്ചു പറയാം. സുന്നികൾ അംഗീകരിക്കുന്ന മൗലിദുകൾ, മാലകൾ, അതിലുള്ള ആശയങ്ങൾ മുഴുവനും സത്യമാണ്. അത് ബിദ്അത്തും ശിർക്കുമാണ് എന്ന് മുജാഹിദുകൾ പറയുന്ന പ്രചാരണം അത് ആസ്ഥാനത്താണ്. ഒരു ചെറിയ ഓട്ടപ്രദക്ഷിണം ഞാൻ നിങ്ങളെയും കൊണ്ട് മാല മൗലിദിലൂടെ ഇങ്ങനെ ഓടുകയാണ്. ഏത് മൗലിദ് എടുത്താലും തുടക്കം തന്നെ ഒരു കളവിലൂടെയാണ് തുടങ്ങുന്നത് എന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത്. എന്താണ്? നമുക്കറിയാം, മൗലിദുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന, ഏകദേശം തുടക്കത്തിൽ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്, നബി ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ആദ്യമായി അള്ളാഹു പടച്ചിട്ടുള്ളത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവ് അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ പറയാം. 100% ആ പദത്തിനോട് അല്ലെങ്കിൽ ഈ ആശയം, ഈ അർത്ഥം ഈ പദത്തിനോട് നമുക്ക് പൊരുത്തപ്പെടുകയില്ല. നമുക്ക് തിരിയാൻ വേണ്ടി അങ്ങനെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവാണ്, നൂറാണ് അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മൗലിദിലൊക്കെ കാണാം. അപ്പൊ മുജാഹിദ് പറയുന്നു ഇത് പച്ച കള്ളമാണ്, ജൂതന്മാരുടെ വാറോലയാണ് എന്നാണ് മുജാഹിദ് നേതാക്കൾ പ്രസംഗിച്ചത്. കാസറ്റ് എന്റെ കൈവശമുണ്ട്. നമ്മുടെ മൗലിദുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മങ്കൂസ് മൗലിദ് നമുക്കറിയാം, എല്ലാവർക്കും പരിചിതമാണ്. തുടക്കം തന്നെ എന്താ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. നമുക്കൊക്കെ അറിയാം. എന്താ അതിൽ പറയുന്നത്? വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ് ലോകം പടക്കുന്നതിന്റെ മുമ്പായി ആദ്യം പടച്ചിട്ടുള്ളത്. മങ്കൂസ് മൗലിദ്. ഇനി ശറഫുൽ അനാം മൗലിദ്, സുബ്ഹാന മൗലിദ് നോക്കിയാ കാണാം, വഅൗജദ നൂറഹു ഖബ്ല ഖൽഖി ആദമ ബിഅൽഫ അയ്യാം. ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് പടച്ച തമ്പുരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ സൃഷ്ടിച്ചു. ഇത് ജാല മുഹമ്മദ് മൗലിദിൽ കാണാം. قال النبي صلى الله عليه وسلم أول ما خلق الله نوري فإنه سجد لله سنين. അല്ലാഹു ആദ്യം പടച്ചത് എന്റെ നൂറാകുന്നു എന്ന് റസൂൽ പറഞ്ഞു. ശറഫുൽ അനാം മൗലിദിൽ കാണാം, വറുവിയാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബിഅൽഫ അയ്യാം. ആദം നബിയെ പടക്കുന്നതിന് 2000 കൊല്ലം മുമ്പ്
അള്ളാഹു റസൂലുള്ളാന്റെ നൂറിനെ പടച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മൗലിദിൽ കാണാം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ വിധവികൾ പറയുന്നത് ഇത് കെട്ടുകഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല എന്നാണ്. സഹോദരന്മാരെ, ആ മുജാഹിദുകളുടെ അല്ലെങ്കിൽ ബിദഈകളുടെ ആ വാദം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനവും ഇത് എഴുതിയത് തന്നെയാണ്. ഈ വാദത്തിന് അവരുടെ വാദമാണ് അസ്ഥാനത്തായിട്ടുള്ളത്. പ്രമാണങ്ങൾ എടുത്ത് പരതിയാൽ, ഹദീസുകൾ എടുത്ത് പരതിയാൽ നമുക്ക് കാണാം. ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ് ബിഅബീ അൻത വഉമ്മീ അഖ്ബിർനീ അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അസ്യാ. നബിയേ, എന്റെ ബാപ്പയെയും ഉമ്മയെയും മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ നബിയെ, അല്ലാഹു ലോകത്ത് മറ്റു വസ്തുക്കളെയൊക്കെ പടക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി പടച്ചിട്ടുള്ളത് എന്തായിരുന്നു നബിയെ? ഹദീസ് ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു, ഖാല, റസൂലുള്ളാഹി പറയുന്നു, യാ ജാബിർ, ഓ ജാബിറേ, ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബ്ലൽ അശ്യാഇ നൂറ നബിയിക മിൻ നൂരിഹി. അല്ലാഹു ആദ്യമായി പടച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്നു. നിന്റെ പ്രവാചകനായ എന്റെ നൂറാണ് അല്ലാഹു ആദ്യമായി പടച്ചിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്.